നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിഷുവുമായി ബന്ധപ്പെട്ടതാണ് നോക്കുന്നത്. 2025 വിഷുഫലം വിശദീകരിക്കുമ്പോൾ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഈ നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിലുള്ളവർക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഭരണി നക്ഷത്രം ചിങ്ങൻ രാശിയിൽ പതിച്ചതാണ്. ഇത് യമൻ അഥവാ ധർമ്മരാജാവ് എന്ന ദേവതയുമായി ബന്ധപ്പെട്ടതാണ്. 2025 വിഷുവിൻ്റെ സമയത്ത് ഗ്രഹസ്ഥിതികൾ, നക്ഷത്രസ്ഥാനം, രാശിചക്രത്തിലെ ഗ്രഹയോഗങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങൾ വിലയിരുത്തുന്നു. 2025 ഭരണി നക്ഷത്രത്തിൻ്റെ വിഷുഫലം. നക്ഷത്ര സ്വഭാവം. ഭരണി നക്ഷത്രം ജീവിതത്തിലെ പരിവർത്തനങ്ങൾ, സാഹസികത, ക്ഷമ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. 2025 ഭരണിയുടെ അധിപതിയായ ശുക്രൻ, ചിങ്ങത്തിൻ്റെ അധിപതി ചന്ദ്രൻ, ചൊവ്വ എന്നിവയുടെ സ്ഥാനങ്ങൾ ഫലങ്ങളെ സ്വാധീനിക്കും. പുതിയ സാഹസിക പദ്ധതികൾ ആരംഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ജോലിയിൽ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുക. സ്വന്തമായി ബിസിനസ് ഉള്ളവർക്ക് ലാഭകരമായ വർഷമാകും 2025. പക്ഷേ സാമ്പത്തിക സാഹസം ഒഴിവാക്കേണ്ടതാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകും. അപ്രതീക്ഷിത ചെലവുകൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. പഴയ കടങ്ങൾ തിരിച്ചു കിട്ടുന്നതിനുള്ള സമയമായിട്ടുണ്ട്. നിക്ഷേപങ്ങൾക്ക് മുൻകൃത്യം ആലോചിക്കുക. ശാരീരിക ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ദഹന വ്യൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവർ. മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗ, ധ്യാനം എന്നിവ പോലുള്ളവ പരിശീലിക്കുക. വിവാഹിതർക്ക് ബന്ധം ശക്തിപ്പെടാനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. പ്രണയത്തിൽ പുതിയ ഘട്ടങ്ങൾ തുടങ്ങാനുള്ള സാധ്യത കാണുന്നു. വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് ഉചിതമായ സമയമാണിത്. വിദ്യാർത്ഥികൾക്ക് ഫലപ്രദമായ വർഷമായിരിക്കും ഇത്. മത്സര പരീക്ഷകളിൽ വിജയം സാധ്യമായി കാണുന്നു. ശുഭമുഹൂർത്തങ്ങളായി പറയേണ്ടത് വിഷുവിന് മുൻപും ശേഷവുമുള്ള രോഹിണി, മകയിരം നക്ഷത്രങ്ങളിൽ പ്രധാന പണികൾ ആരംഭിക്കുക. ശ്രദ്ധിക്കേണ്ടത് യമന്റെ സ്വാധീനം കാരണം അതിര് കടക്കാതിരിക്കൽ പ്രധാനം. ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം, അതായത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം അനുകൂലമാണ്. ഭരണി നക്ഷത്രക്കാർക്കുള്ള ഉപായങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ദേവതാ പൂജ, അതായത് യമനെ ശാന്തമാക്കുവാൻ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക. ദാനം ചെയ്യുന്നത് നല്ലതാണ്. എളിയവർക്ക് ഭക്ഷണം, വസ്ത്രം, പച്ചക്കറികൾ ഇവയൊക്കെ ദാനം ചെയ്യാം. രത്നധാരണം കൊണ്ടും കുറച്ച് ഫലങ്ങൾ വന്നു ചേരും. വൈഡൂര്യം ധരിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.